ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിലാവത്തിന്റെ സുജൂദ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ചെറുപ്പം മുതലേ അതേക്കുറിച്ചൊരു ധാരണ ഉള്ളവരുമാണ്. തിലാവത്തിന്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലോ അല്ലാതെയോ ഖുർആനിലെ ചില ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അത് പാരായണം ചെയ്ത ആൾക്കും കേട്ട ആൾക്കും സുന്നത്തായ ഒരു സുജൂദാണ് തിലാവത്തിന്റെ സുജൂദ്. പാരായണത്തിന്റെ സുജൂദ് എന്നതിന് പറയാം. തിലാവത്തിന്റെ സുജൂദ് നിസ്കാരത്തിന്റെ അകത്തും ഉണ്ട്, നിസ്കാരത്തിന് പുറത്തുമുണ്ട്. അതിനുവേണ്ടി ഓതപ്പെടുന്ന അല്ലെങ്കിൽ ആ സുജൂദിന് കാരണമായി വരുന്ന ചില ഖുർആനിന്റെ ആയത്തുകളുണ്ട്. ആ ആയത്ത് ഓതിയാലും അത് കേട്ടാലും സുജൂദ് സുന്നത്താണ്. അങ്ങനെയുള്ള ഒരു സുജൂദാണ് തിലാവത്തിന്റെ സുജൂദ്. അത് ആർക്കാണ് സുന്നത്ത്? യുസന്നു ലിഖാരിഇൻ ഫിസ്സലാ വഖാരിജഹാ വമുസ്തമിഇൻ വസാമിഅ ഖാരിജഹാ. നിസ്കാരത്തിൽ തിലാവത്തിന്റെ ആയത്ത് നിസ്കാരത്തിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടത് സജദയുടെ ആയത്ത് ഓതിയ ഇമാമ്, ആ ഇമാമിനെ കേട്ട മഅ്മൂമ്, അവർക്ക് സുന്നത്താണ്. നിസ്കാരത്തിന്റെ പുറത്തും സജദയുടെ ആയത്ത് ഓതിയ ആള്, നിസ്കാരത്തിന്റെ പുറത്തു നിന്ന് കേട്ട ആള്, അവർക്കും ഈ പറയപ്പെട്ട തിലാവത്തിന്റെ സുജൂദ് സുന്നത്താണ്. ഇമാമ സജദയുടെ ആയത്ത് ഓതി ഇമാമ തിലാവത്തിന്റെ സുജൂദ് ചെയ്തില്ല. മഅ്മൂം ഇത് കേട്ടിട്ടുണ്ടല്ലോ. മഅ്മൂമിന് കേട്ടവൻ എന്ന നിലയിൽ സുന്നത്ത് ഉണ്ടാവണമല്ലോ. പക്ഷേ മഅ്മൂമ് ഇമാമ് ചെയ്യാതെ മഅ്മൂമ് തിലാവത്തിന്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. തിലാവത്തിന്റെ സുജൂദ് ഇമാമ് ചെയ്യുകയും മഅ്മൂമ് ചെയ്യാതെ മാറി നിൽക്കുകയും ചെയ്താലും ആ മഅ്മൂമിന്റെ നിസ്കാരവും ബാത്തിലാകും. സഹവിന്റെ സുജൂദിൽ നേരെ തിരിച്ചറിഞ്ഞു. സഹവിന്റെ സുജൂദ് ഇമാമിനെ പിഴവ് പറ്റി, ഇമാമ് മനഃപൂർവ്വം സഹവിന്റെ സുജൂദ് ചെയ്തില്ല, അല്ലെങ്കിൽ മറന്നു ചെയ്തില്ല. പക്ഷെ മഅ്മൂമിന് ബോധ്യമുണ്ട് ഇമാമിന് തെറ്റ് പറ്റിയതും അയാൾ സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടതാണെന്നും മഅ്മൂമിന് ബോധ്യമുണ്ട്. എന്നാൽ ആ മഅ്മൂമിന് സഹവിന്റെ സുജൂദ് ചെയ്യാം. തിലാവത്തിന്റെ സുജൂദിൽ വരുമ്പോൾ അങ്ങനെയല്ല. ഇമാമ് ചെയ്താലേ ചെയ്യാൻ പറ്റൂ. ഇമാമ് ചെയ്തിട്ട് ചെയ്യാതെ മാറി നിന്നാലും ഇമാമ് ചെയ്യാതെ ചെയ്താലും നിസ്കാരം ബാത്തിലാകും. ഇനി ഫിഖ്ഹിന്റെ ഒരു പ്രധാന മസ്അലയാണ് വതഹറുമുൽ ഖിറാഅത്ത് ബിഖസ്ദി സുജൂദി ഫഖത്ത് ഫി സ്വലാത്തിൻ. നിസ്കാരത്തിൽ സൂറത്ത് ഓതുമ്പോ ആ സൂറത്ത് ഓതുന്നതിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ. ഇന്ന് ഈ സൂറത്ത് ഓതിയിട്ട് അല്ലെങ്കിൽ ഈ ആയത്ത് ഓതിയിട്ട് ജനങ്ങളെ കൊണ്ട് തിലാവത്തിന്റെ സുജൂദ് ചെയ്യിക്കാന്ന് ഇമാമ് കരുതലോ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന തിലാവത്തിന്റെ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് കരുതി ആ ഒരൊറ്റ ഉദ്ദേശത്തിൽ മാത്രം ഒരു സൂറത്തോ അല്ലെങ്കിൽ സുജൂദ് ചെയ്യേണ്ടതായ ആയത്തോ ഓതല് ഹറാമാകും. സുജൂദ് എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ അത് ഓതിയതിൽ. അങ്ങനെ ഓതല്, അങ്ങനെ സജദയുടെ ആയത്ത് ഓതല് ഹറാമാകും. ഈ രീതിയിൽ മാത്രമല്ല, അങ്ങനെ ഹറാമാകുന്ന രീതിയിൽ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. അപ്പൊ അതിനുവേണ്ടി മനഃപൂർവ്വം കരുതി കൂട്ടി തന്നെ അതിന് ഓതി ആ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാകുന്നതാണ്. നേരെ മറിച്ച് ഫാത്തിഹ കഴിഞ്ഞാൽ ഒരു സൂറത്ത് ഓതൽ സുന്നത്താണല്ലോ. ആ സുന്നത്ത് കരുതി അപ്പൊ കുഴപ്പമില്ല. ആ സുന്നത്തിലൊരു തിലാവത്തിന്റെ സുജൂദ് ചെയ്യാൻ പറ്റിയാ ചെയ്യാം. രണ്ടും കൂടി കരുതിയ കുഴപ്പമില്ല. നേരെ മറിച്ച് തിലാവത്തിന്റെ സുജൂദ് ചെയ്യാനേ ഞാൻ ഇത് ഓതുന്നത്, അങ്ങനെ അതിന് മാത്രം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. അങ്ങനെ ചിന്തിക്കല് തന്നെ, അങ്ങനെ ചിന്തിച്ച് ഓതല് തന്നെ ഹറാമാണ്. അപ്പൊ ഏതായാലും വളരെ സൂക്ഷിക്കേണ്ട ഒരു ഘട്ടമാണ് തിലാവത്തിന്റെ സുജൂദ്. തിലാവത്തിന്റെ സുജൂദ്, അതായത് പാരായണത്തിന്റെ സുജൂദ്, അതിന് 10 ഷർത്തുകൾ ഉണ്ട്. 10ഓളം ഷർത്തുകൾ ഉണ്ട്. അതില് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട 4 എന്തായാലും ഉണ്ട്. ബാക്കി 6 അതല്ലാത്തതാണ്. തിലാവത്തിന്റെ സുജൂദിന്, പാരായണത്തിന്റെ സുജൂദിന് 10 ഷർത്തുകളാണുള്ളത്. ആ 10 ഷർത്തുകളിലെ ആദ്യത്തെ 4 ഷർത്ത് നിസ്കാരത്തിന്റെ ഷർത്തുകൾ തന്നെയാണ്. പിന്നെ ഉള്ള 6 ഷർത്ത് വേറെയാണ്. നിസ്കാരത്തിന്റെ ഷർത്ത് ഒന്ന് വേഗം പറയാം. നിസ്കാരത്തിന്റെ ഷർത്ത് 1 ശുദ്ധി ഉണ്ടാവണം അശുദ്ധിയിൽ നിന്ന്. 2 ശരീരവും വസ്ത്രവും നിസ്കരിക്കുന്ന സ്ഥലവും നജസീന്ന് ശുദ്ധി ഉണ്ടാവണം. 3 ഔറത്ത് മറക്കണം. ഇതൊക്കെ തിലാവത്തിന്റെ സുജൂദിൽ വേണ്ടതാണ്. 4-മത്തേത് ഖിബലക്ക് മുന്നിടണം.
ഈ പറയപ്പെട്ട 4 കാര്യങ്ങൾ തിലാവത്തിന്റെ സുജൂദിലും നിസ്കാരത്തിലും ഒരുപോലെ ബാധിക്കുന്ന 4 ഷർത്തുകളാണ്. നിസ്കാരത്തിന്റെ 5-ാമത്തെ ഷർത്ത് സമയം ആയെന്ന് ബോധ്യപ്പെടലാണ്. അത് അവിടെ മുതൽ മാറാണ്. 5-ാമത്തെ ഷർത്ത് ഇവിടെ വരുന്നത് 5-ാമത്തെ ഷർത്ത് ഇവിടെ വരുന്നത് സുജൂദിന്റെ ആയത്ത് പരിപൂർണമായും അവസാനിച്ച ശേഷമേ സുജൂദ് ചെയ്യാവൂ. 5-ാമത്തെ ഷർത്ത് അതാണ്. തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നതിന് 10 ഷർത്തുകളുണ്ട്. 4 നിസ്കാരത്തിന്റെ ഷർത്തുകൾ തന്നെയാണ്. അതായത് അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാം, നിസ്കരിക്കുന്ന ആളുടെ വസ്ത്രം, അതുപോലെ തന്നെ സുജൂദ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാളുടെ വസ്ത്രം, ശരീരം, സ്ഥലം, സുജൂദ് ചെയ്യുന്ന സ്ഥലം നജസിൽ നിന്ന് ശുദ്ധിയാവാം, ഔറത്ത് മറയ്ക്കാം. 4-ാമത്തേത് ഖിബലക്ക് മുന്നിടുക. തിലാവത്തിന്റെ സുജൂദിന്റെ 5-ാമത്തെ ഷർത്ത് ഏത് ആയത്തിന്റെ പേരിലാണോ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നത് ആ ആയത്തിൽ നിന്നും പരിപൂർണമായും വിരമിച്ചിരിക്കണം. ആ ആയത്ത് പരിപൂർണമായും ഓതി കഴിഞ്ഞ ശേഷമാണ് സുജൂദിന്റെ ടൈം ആരംഭിക്കുക. 5-ാമത്തെ ഷർത്ത് അതാണ്. 6-ാമത്തെ ഷർത്ത് ഖിറാഅത്തു ഔ സമാഉ ജമീഇ ആയാതിഹാ. തിലാവത്തിന്റെ സുജൂദ് സുന്നത്തുള്ള ആ ആയത്ത് പരിപൂർണമായും കേട്ടിരിക്കണം, അല്ലെങ്കിൽ പരിപൂർണമായും ഓതിയിരിക്കണം. ഓതനാൾക്കും കേൾക്കണ ആൾക്കും സുന്നത്താണല്ലോ. 7-ാമത്തെ ഷർത്ത് ഈ ഓതപ്പെടുന്ന ആ ആയത്ത് മയ്യത്ത് നിസ്കാരം അല്ലാത്തതിലായിരിക്കണം. മയ്യത്ത് നിസ്കാരത്തിൽ അങ്ങനെ പ്രത്യേകം ആയത്ത് ഓതേണ്ട ഘട്ടം വരുന്നില്ലല്ലോ. പക്ഷെ ഒരു മയ്യത്ത് നിസ്കാരത്തിന്റെ അകത്ത് ഒരാൾ പ്രവേശിച്ചിരിക്കുമ്പോ അവൻ നിസ്കാരത്തിന്റെ അകത്ത് നിൽക്കെ വേറെ ഒരാള് തിലാവത്തിന്റെ സുജൂദിന് പറ്റിയ ആ സജദയുടെ ആയത്ത് ഓതുന്ന നിസ്കാരത്തിന്റെ അകത്ത് വെച്ചവൻ കേട്ടവനും സുന്നത്താണല്ലോ. അപ്പൊ മയ്യത്ത് നിസ്കാരാണെങ്കിൽ മയ്യത്ത് നിസ്കാരത്തിൽ വെച്ച് ഈ ഖിറാഅത്ത് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ഖിറാഅത്തിന് മറുപടി ഉണ്ടാവാൻ പാടില്ല. അതാണ് 7-ാമത്തെ ഷർത്ത്. 8-ാമത്തെ ഷർത്ത് കൗനുഹാ മഖ്സൂദത്തൻ മശ്റൂഅത്തൻ. മഖ്സൂദാവണം, മശ്റൂഅയാവണം എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കപ്പെടുന്നത് അത് ഓതേണ്ട ആള് ഓതിയിട്ട് കേൾക്കുക. ആ രീതിയിലുള്ള നിയമവശം കൃത്യമായിട്ടുള്ളതായിരിക്കണം. ഉദാഹരണം, തത്തമ്മ എന്ന് പറയുന്ന പക്ഷി സംസാരിക്കുന്ന ഒരു രീതി കാണാറുണ്ട്. അത് സംസാരിച്ചത് സജദയുടെ ആയത്താണെങ്കിൽ അടിസ്ഥാനപരമായി അങ്ങനെ ഒരു ഓതാനുള്ള അർഹത ആ ജീവിക്ക് ഇല്ലാത്തതാണ്. ആ പക്ഷി സജദയുടെ ആയത്ത് ഓതിയത് കേട്ട ആള് സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം അടിസ്ഥാനമായി അത് ഓതാനുള്ള അർഹത ആ പക്ഷിയിൽ ഇല്ലാത്തത് കൊണ്ട്. അതുപോലെ തന്നെ ഉപകരണങ്ങൾ വെച്ചുള്ള പാരായണം കേട്ടാലും അവനും സുജൂദ് ചെയ്യേണ്ടതില്ല. ഉദാഹരണം, മൊബൈൽ ഫോണിൽ സജദയുടെ ആയത്ത് കേട്ടാൽ ആ ആള് കേട്ടതിന്റെ പേരിൽ ഓതേണ്ടതില്ല. കാരണം ആ ഉപകരണം അടിസ്ഥാനപരമായി അത് ഓതുക എന്ന യോഗ്യതയിൽ ഉള്ളതല്ല. അതൊരു മനുഷ്യനായിരിക്കണം, അത് സംസാരശക്തി ഉള്ള ഒരു മുസ്ലിമായ മനുഷ്യനായിരിക്കണം എന്നുള്ളതാണ്. ഫലാ സുജൂദ ലിസമാഇഹാ മിനൽ ബബ്ഗാഇ. തത്തയിൽ നിന്നും കേട്ടാൽ സുജൂദ് വേണ്ട. ഔ മിനൽ മുസജ്ജലത്തി ശരീതിയ്യത്തി, അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡ് പോലെയുള്ള മൊബൈൽ പോലെയുള്ളതിൽ നിന്നും കേട്ടാൽ സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം കൗനിഹിമ ഗൈറ മഖ്സൂദ്, ലക്ഷ്യമാക്കപ്പെടാത്ത വസ്തുവാണത്. ഈ സുജൂദിന് വേണ്ടി പാരായണത്തിന്റെ അർഹത കൊടുക്കപ്പെടാത്ത 2 കാര്യങ്ങളാണ് തത്ത, ടേപ്പ് റെക്കോർഡ് പോലെയുള്ള ഉപകരണങ്ങൾ, ജീവികൾ. അങ്ങനെയുള്ളടത്ത് സുജൂദ് കേട്ടതിന്റെ പേരിൽ സുജൂദ് ചെയ്യേണ്ടതില്ല. പിന്നെ അതുപോലെ തന്നെ അടിസ്ഥാനപരമായി ഈ ആയത്തിനെ കൈകാര്യം ചെയ്യാൻ അർഹതയില്ലാത്ത ആള് ഓതി, ഉദാഹരണം, ഒരു ജനാപത്തുകാരൻ ഓതിയത് കേട്ടതിന്റെ പേരിൽ സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം അടിസ്ഥാനപരമായി അയാൾക്ക് അത് ഓതാനുള്ള അർഹതയിലെത്തിയിട്ടില്ല. അപ്പൊ ചോദിക്കും, ഒരു മുസ്ലിം അല്ലാത്ത ആള് ഓതിയാൽ ഒരു തെറ്റൂല, അയാൾ വൃത്തിയായിട്ട് ഓതിയാൽ
അത് കേട്ടവൻ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ? വേണ്ട. എന്തുകൊണ്ട്? അവൻ ശറഇന്റെ നിയമങ്ങൾ അംഗീകരിക്കുന്ന അവസ്ഥയിൽ എത്തണമെങ്കിൽ അവൻ മുസ്ലിം ആവണം. മുസ്ലിം ആകുമ്പോഴാണ് ശറഇന്റെ നിയമങ്ങളിൽപ്പെട്ട ജനാബത്ത് കുളി അവനെ ബാധിക്കുന്നത്. അപ്പോഴും അവൻ ജനാബത്തുകാരൻ എന്ന ഹുക്കുമിൽ തന്നെയാണ്. അതുകൊണ്ടൊരു അമുസ്ലിമിന്റെ പാരായണം കേട്ടാലും ഓതേണ്ടതില്ല. അതുപോലെ തന്നെ ഫിത്തന ഉണ്ടാകുമെന്ന ഘട്ടത്തിൽ പെണ്ണ് ഉറക്ക ഓതല് പാടില്ലല്ലോ. അവളുടെ ശബ്ദത്തെ ആസ്വദിക്കുന്ന ഹറാമിയായ ഒരു ചുറ്റുപാട് ഉണ്ട്. അപ്പോൾ അവൾ ഉറക്കോതാൻ പാടില്ല. ആ ഹറാമായ ചുറ്റുപാടിൽ ഹറാമാണ് എന്ന് അറിയാവുന്ന നിലക്ക് തന്നെ ഒരു പെണ്ണ് ഹറാമായ ചുറ്റുപാടിലേക്ക് ഉറക്ക ഓതി, അത് കേൾക്കുന്നവനറിയാം ആ ഓതൽ എപ്പോഴും വേണ്ടാത്തതാണ്. കാരണം ഇത് മറ്റുള്ളവർ കേട്ടാസ്വദിക്കുന്നു, അവളിൽ ഹറാമ ചിന്തിക്കുന്നു എന്ന അവസ്ഥയിൽ അവൾ ശബ്ദം കൊണ്ട് അങ്ങനെ പ്രകടിപ്പിക്കേണ്ടതില്ല. അത് ഹറാമായ ഒരു ചുറ്റുപാടാണ്. അങ്ങനെ ഹറാമായ ചുറ്റുപാടിൽ പെണ്ണ് ഓതുന്നത് കേട്ടാലും തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, തിലാവത്തിന്റെ സുജൂദ് അത് അർഹമായ അവസ്ഥയിൽ, തിലാവത്തിന്റെ സുജൂദ് അർഹമായ അവസ്ഥയിൽ സജദയുടെ ആയത്ത് ഓതുന്നവനിൽ നിന്നോ കേൾക്കുന്നവനിൽ നിന്നോ മാത്രമാണ് ഉണ്ടാകേണ്ടത്. 8ാമത്തെ ഷർത്ത് അതാണ്. 9ാമത്തെ ഷർത്ത്, ഒരൊറ്റ സമയത്തിൽ തന്നെ ഈ ആയത്ത് കേൾക്കണം പരിപൂർണമായി. ഒറ്റ ആള് പൂർണ്ണമായി ഓതിയതും വേണം. അല്ലാതെ 2 ആള് കൂടിയിട്ട് ഒരാള് പകുതി ഓതി ബാക്കി പകുതി മറ്റേ ആൾ ഓതി എന്നാലും പറ്റൂല. ഒരാളിൽ നിന്ന് തന്നെ ഈ ആയത്ത് കേൾക്കണം. അതുപോലെ തന്നെ ഈ ആയത്തുകളുടെ ഇടയിൽ വലിയ ദൈർഘ്യത കൊണ്ട് വിട്ടുപിരിക്കാൻ പാടില്ല. അതായത് ആയത്ത് ഒരാൾ തന്നെ ഓതിയത്, പക്ഷെ അവൻ അത് ഓതിയിട്ട് ഒരു 10, അതിന്റെ കുറച്ച് ഭാഗം ഓതിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബാക്കി കുറച്ച് ഭാഗം ഓതി. അങ്ങനെ വിട്ടു ഓതിയാലും കേട്ടവൻ അതിന്റെ പേരിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. പരിപൂർണമായി ഓതിയാൽ മാത്രം, പരിപൂർണമായി ഓതി കേട്ടാൽ മാത്രമാണ് ആയത്തിന്റെ പകുതി ഓതിയുള്ളൂ, അല്ലെങ്കിൽ സുജൂദിന്റെ ആ പരാമർശമുള്ള ആ ഭാഗം മാത്രമേ ഓതിയുള്ളൂ, അതിന് മുമ്പുള്ള ഓതിയില്ല. എന്നാൽ തിലാവത്തിന്റെ സുജൂദ് അവിടെ ഇല്ല. അതുപോലെ തന്നെ ഈ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട സന്ദർഭം എന്ന് പറയുന്നത് ആ സജദയുടെ ആയത്ത് തീർന്ന ശേഷമാണല്ലോ. സജദയുടെ ആയത്ത് തീർന്ന് കുറെ നേരം, 10ാമത്തെ ഷർത്ത് അതാണ്, സജദയുടെ ആയത്ത് തീർന്നിട്ട് കുറെ നേരം കഴിഞ്ഞ് സുജൂദ് ചെയ്യാൻ പാടില്ല. സജദയുടെ ആയത്ത് തീരുന്നത് മുതൽക്ക് സുജൂദ് ആരംഭിക്കുന്നതിന്റെ ഇടയിലായി വലിയ ദൈർഘ്യത ഉണ്ടാവാൻ പാടില്ല. ഇതാണ് 10ാമത്തെ ഷർത്ത്. ഇങ്ങനെ 10 ഷർത്തുകൾ തിലാവത്തിന്റെ സുജൂദിന് ഉള്ളതാണ്. തിലാവത്തിന്റെ സുജൂദ് നിസ്കാരമല്ലാത്ത സന്ദർഭത്തിലുണ്ടല്ലോ. 10 ഷർത്ത് കഴിഞ്ഞിട്ട് ഇനി വേറെ കാര്യം പറയുന്നത്. തിലാവത്തിന്റെ സുജൂദ് നിസ്കാരം അല്ലാത്ത സന്ദർഭങ്ങളിൽ ഉണ്ട്. അതായത് കേൾക്കുന്ന ആൾക്ക് തിലാവത്തിന്റെ സുജൂദ് ചെയ്യാം, അവൻ നിസ്കാരത്തിലല്ല. ഇനി ഖുർആൻ പാരായണം നടന്ന് നിസ്കാരത്തിലല്ല, പുറത്താണ്, മേശപ്പുറത്തിരുന്ന് മുസഫ് നിവർത്തിച്ച് കസേര ഇട്ടിരുന്ന് സാധാരണ ഖുർആൻ ഓതും പോലെ ഓതുന്നു. അപ്പൊ ഓതുന്ന ആള് നിസ്കാരത്തിലല്ല, സാധാരണ ഖുർആൻ ഓതുന്നു. കേൾക്കുന്ന ആള് നിസ്കാരത്തിലല്ല. അപ്പൊ നിസ്കാരത്തിലല്ലാത്ത സന്ദർഭങ്ങളിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ 4 ഫർളുകളുണ്ട്. 1, ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യലാണ്. 2, തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അല്ലാഹു അക്ബർ പറഞ്ഞ് കൈ കെട്ടണം. നിന്നിട്ട് കെട്ടാം, ഇരുന്നിട്ടും ആവാം, കുഴപ്പമില്ല. 3ാമത്തേത് ഒരു സുജൂദാണ് തിലാവത്തിന്റെ സുജൂദുള്ളത്, ഒറ്റ സുജൂദുള്ളൂ. 4ാമത്തേത് ആ സുജൂദ്, 4ാമത്തേത് സലാം വീട്ടലാണ്. ആ സലാം സുജൂദി സ്വലാത്തി വസ്സലാമിയ, നിസ്കാരത്തിൽ സലാം വിട്ടുന്ന പോലെ ആയിരിക്കണം. നിസ്കാരത്തിൽ സലാം വിട്ടുന്ന പോലെ ആയിരിക്കണം. ഒറ്റ സുജൂദുള്ളൂ. അപ്പൊ 4 ഫർളാ ഉള്ളത്. നിസ്കാരത്തിലെ തിലാവത്തിന്റെ സുജൂദ് അല്ലട്ട് പറഞ്ഞത്. നിസ്കാരത്തിന് പുറത്താണെങ്കിൽ സാധാരണ ഖുർആൻ ഓതുമ്പോ, നിസ്കാരത്തിൽ ഖുർആൻ ഓതിയതല്ല, സാധാരണ ഖുർആൻ ഓതുമ്പോ, അല്ലെങ്കിൽ സാധാരണ ഖുർആൻ ഓതുന്നു പുറത്തുനിന്ന് കേട്ട സമയത്ത് തിലാവത്തിന്റെ സുജൂദ് ചെയ്യുമ്പോൾ 4 ഫർളാ ഉള്ളത്. 1 നിയ്യത്ത്, ഞാൻ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം. 2 തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടാം. 3ാമത്തേത് കൈകെട്ടണം എന്നില്ല, തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ പറഞ്ഞ് തിലാവത്തിന്റെ സുജൂദിലേക്ക് പ്രവേശിക്കാം. തക്ബീറത്തുൽ ഇഹ്റാം ഫസ്റ്റ്, അത് കഴിഞ്ഞ് സുജൂദിലേക്ക് അവൻ തക്ബീർ ചൊല്ലിയിട്ട് പോവാം. എന്നിട്ട് ഒരു സുജൂദ് ചെയ്യാം. 3ാമത്തേത് ഒരു സുജൂദ് ചെയ്യാം. 4ാമത്തെ സലാം വിട്ട, നിസ്കാരത്തിൽ സലാം വിട്ടുന്ന പോലെ തന്നെ സലാം വിട്ട. ഇനി കേട്ടോളൂ, തിലാവത്തിന്റെ സുജൂദിന് ധാരാളം സുന്നത്തുകളുണ്ട്.
ഇതാർക്കാണ് പറയുന്നത്? നിസ്കാരത്തിന്റെ പുറത്ത് തിലാവത്തിന്റെ സുജൂദ് സംഭവിക്കേണ്ട ഘട്ടത്തില പറയുന്നത്. നിസ്കാരത്തിന്റെ വേറെ പറയുന്നത് കേട്ടോ. വസുന്നത്തുഹു ഫീ ഗൈരി സ്വലാത്തി അത്തലഫ്ഫുദു ബിന്നിയ്യത്തി. നിയ്യത്ത് വായ കൊണ്ട് പറയലാണ് അവർക്ക് സുന്നത്ത്. നിയ്യത്തിലെ സുന്നത്ത് വായ കൊണ്ട് പറയാം, മനസ്സിൽ കരുതുന്നതിന് കൂടെ തന്നെ. അതുപോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരത്ത് 2 കൈ ചുമലിന്റെ നേരെ ഉയർത്തൽ സുന്നത്താണ്. തക്ബീർ തഹറുമി. അതുപോലെ തന്നെ സുജൂദിലേക്ക് പോവാൻ നേരത്ത് കുനിയുമ്പോ നിന്നിട്ട് കൈ കെട്ടുന്ന ആളാണെങ്കിൽ കുനിഞ്ഞ് സുജൂദിലേക്ക് പോകുന്ന ആ കുനിച്ചിട്ടുണ്ടല്ലോ, ആ സമയത്ത് വേറെ ഒരു തക്ബീർ ചൊല്ലിയിട്ട്, സാധാരണ സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലുമ്പോൾ തക്ബീർ ചൊല്ലിയിട്ട് പോലെ സുന്നത്താണ്. അതുപോലെ തന്നെ സുജൂദിൽ നിന്നും ഉയർന്നു വരുമ്പോ, സുജൂദിൽ നിന്നും ഉയർന്ന് അത്തഹിയാത്തിന്റെ ഇരിക്കുമ്പോൾ ഇരുന്നിട്ട് സലാം വീട്ടാണല്ലോ, ആ എണീറ്റ് വരുമ്പോഴും ഒരു തക്ബീർ സുന്നത്താണ്. സുജൂദിലേക്ക് പോകുമ്പോഴും സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴും ചില ആളുകൾ കൈ ഉയർത്തുന്നത് കാണാറുണ്ട്. അതായത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ സുജൂദിലേക്ക് കൈ ഉയർത്തി പോവേണ്ടതില്ല. സാധാരണ നിസ്കാരത്തിൽ അങ്ങനെ പോകാറില്ലല്ലോ. കൈ ഉയർത്തി സമീഅ അല്ലാഹു ലിമൻ ഹമിദഹു കൈ ഉയർത്തുന്ന പോലെ കൈ ഉയർത്തിയിട്ട് സുജൂദിലേക്ക് പോകലില്ല. റുക്കൂയിലേക്ക് പോകലുണ്ട്, പക്ഷെ സുജൂദിലേക്ക് പോകലില്ല. ചില ആളുകൾ അങ്ങനെ കാണിക്കലുണ്ട്. എങ്ങനെ? ഈ തിലാവത്തിന്റെ സുജൂദിന് വേണ്ടിയിട്ട് സുജൂദിലേക്ക് പോണ കുനിച്ചിലിന് സ്പെഷ്യലായിട്ട് കൈ ഉയർത്തുന്ന രീതിയുണ്ട്. അതിന്റെ ആവശ്യം ഇല്ല. അതുപോലെ തന്നെ സലാം വീട്ടാൻ വേണ്ടിയിട്ട് സാധാരണ സലാം വീട്ടാൻ ഇരിക്കുന്ന അത്തഹിയാത്തിന്റെ ആ രൂപത്തിൽ തന്നെ ഇരിക്കൽ പ്രത്യേക സുന്നത്താണ്. അതുപോലെ തന്നെ തിലാവത്തിന്റെ സുജൂദ് ഒന്നല്ലേ ഉള്ളൂ, ആ സുജൂദിൽ ചൊല്ലൽ സുന്നത്തായ ഒരു പ്രത്യേക ദിക്റുണ്ട്. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസ്റഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാരകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ ദിക്ർ ചൊല്ലല് പ്രത്യേക സുന്നത്താണ്. ഒന്നുകൂടി പറയാം. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസ്റഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാരകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഈ ദിക്ർ ഒരു വട്ടം ചൊല്ലാം. അല്ലാഹുവേ, എന്റെ മുഖം നിനക്ക് സുജൂദ് ചെയ്തു, നീയാണിത് സൃഷ്ടിച്ചത്, നീയാണിത് രൂപപ്പെടുത്തിയത്, ഇതിന്റെ കണ്ണും കാതുമൊക്കെ കീറിയതും തുളയിട്ടതുമൊക്കെ നീ തന്നെയാണല്ലാ, നിന്റെ കഴിവ് കൊണ്ട് ശക്തി കൊണ്ട് ഫതബാരകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹുവേ, നീ എത്ര മനോഹരമായ സൃഷ്ടിപ്പ് നടത്തുന്നവനാണ്. അപ്പോ നിസ്കാരത്തിന്റെ പുറത്ത് സഹ്വിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്ന രീതികളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി കേട്ടോളൂ. വമക്റുഹാതുഹു മക്റുഹാതുസ് സ്വലാത്തി വമുബ്തിലാതുഹു മുബ്തിലാതുസ് സ്വലാഹ്. തിലാവത്തിന്റെ സുജൂദിൽ കറാഹത്തായ കാര്യങ്ങൾ നിസ്കാരത്തിൽ കറാഹത്താകുന്ന എല്ലാ കാര്യങ്ങളുമാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. തിലാവത്തിന്റെ സുജൂദിൽ ആ സുജൂദിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ നിസ്കാരത്തിന്റെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. തിലാവത്തിന്റെ സുജൂദിനെ ബാത്തിലാക്കും. ഉദാഹരണം, ഒളു മുറിഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവൂലോ? ഔറത്ത് നിസ്കാരത്തിന്റെ ഇടയിൽ വെച്ച് വെളിവായാൽ അത് നമ്മൾ മനഃപൂർവ്വം വെളിവാക്കിയതാണ് എങ്കിൽ നിസ്കാരം ബാത്തിലാവൂലോ എന്ന് പറഞ്ഞ പോലെ തിലാവത്തിന്റെ സുജൂദിന്റെ അവസരവും നഷ്ടപ്പെടും, അതും ബാത്തിലാകും. ഇനി കേട്ടോളൂ. തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നത് നിസ്കാരത്തിൽ ഓതിയപ്പോഴാണ് എങ്കിൽ അവിടെ ഒറ്റ ഫർദേ ഉള്ളൂ, നിയ്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. അവിടെ ഒറ്റ ഫർദേ ഉള്ളൂ, ഒരു സുജൂദ് ചെയ്യാ എന്നുള്ളതേ ഉള്ളൂ. പിന്നെ സുന്നത്തായ കുറച്ച് കാര്യങ്ങളുണ്ട്. നിസ്കാരത്തിന്റെ അകത്താണ് തിലാവത്തിന്റെ സുജൂദ് എങ്കിൽ സുന്നത്തായ കാര്യം, ആ ഒരു കൽബിൽ ഒരു കരുതൽ വേണം, ഞാൻ തിലാവത്തിന്റെ സുജൂദിലേക്കാണ് പോണെന്നുള്ളത്. അതുപോലെ തന്നെ സുജൂദിന് വേണ്ടി കുനിയുന്ന നേരത്ത് കൈകെട്ടി നിന്ന് ഫാത്തിഹ ഓതി സൂറത്ത് ഓതി ഇപ്പോഴാണല്ലോ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടി വന്നത്. അപ്പൊ ആ കുനിഞ്ഞ് താഴേക്ക് പോകുമ്പോ ഒരു തക്ബീറും അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും കൈ കെട്ടണം, ഖിയാമിലേക്ക് വീണ്ടും വരണം. അന്നേരം കൈ ഉയർത്താൻ പാടില്ല, പോകുമ്പോഴും കൈ ഉയർത്താൻ പാടില്ല. സാധാരണ പോകുമ്പോഴാണ് പോവാ, വന്നിട്ട് കൈ ഇങ്ങനെ കെട്ടാം. അങ്ങനെ വരുമ്പോഴും പോകുമ്പോഴും കൈ ഉയർത്താതെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അതുപോലെ തന്നെ ആ തിലാവത്തിന്റെ ഒറ്റ സുജൂദ് അവിടെ ചെയ്യുന്ന നേരത്ത് ആ സുജൂദിന്റെ അകത്ത് നേരത്തെ പറഞ്ഞ ദിക്ർ ചൊല്ലൽ സുന്നത്താണ്. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസ്റഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാരകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് നിസ്കാരത്തിന്റെ അകത്ത കാര്യമാണ് ഇപ്പൊ പറയുന്നത്. നിസ്കാരത്തിന്റെ അകത്താണെങ്കിൽ ഒറ്റ ഫർദേ ഉള്ളൂ, ആ സുജൂദ് സുന്നത്തായ കാര്യമാണ്. ആ സുജൂദിലേക്ക് പോകുമ്പോൾ മനസ്സിലൊന്ന് കരുതാൻ, ഞാൻ തിലാവത്തിന്റെ സുജൂദിനാണ് പോകുന്നതെന്ന്. പോകുമ്പോഴും അവിടെ പോയി സുജൂദ് കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴും കൈ ഉയർത്താതെ തക്ബീർ ചൊല്ല, ഇതൊക്കെ സുന്നത്താണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ദിക്ർ ആ സുജൂദിൽ ചൊല്ലൽ സുന്നത്താണ്. അതുപോലെ തന്നെ ഇസ്തിറാഹത്തിന്റെ ഇരുന്നിട്ട് എണീറ്റ് വരാൻ നിൽക്കണ്ട. സാധാരണ അങ്ങനെ ഉണ്ടല്ലോ, അടുത്ത റക്അത്തിലേക്ക് വരുമ്പോൾ ഒരു ഇസ്തിറാഹത്തിന്റെ ഇരുന്നിട്ടാണ് എണീറ്റ് വരാം.
ആ ഇരുത്തം ഇരിക്കാതിരിക്കുക എന്നത്, ആ ഇരുത്തത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് പ്രത്യേകമായ സുന്നത്ത്. നിസ്കാരത്തിന്റെ അകത്തെ കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി കേട്ടോളൂ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫഇല്ലം യതമക്കൻ മിന തുഗ്രി ഔ മിൻ ഫിഅലിഹാ ലിശുഗ്ലിഹി, ഒരു മനുഷ്യന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സുജൂദ് ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭം അവിടെ ഇല്ല. ഉദാഹരണം, ഉളൂ ഇല്ലാതെ മുസഹഫ് തൊടാതെ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യാണ്. ഉളൂ വേണ്ടല്ലോ ഖുർആൻ പാരായണം ചെയ്യണേ, പക്ഷെ ഉളൂ എടുത്ത് ചെയ്യൽ വലിയ ഫضലാണ്, വലിയ ശ്രേഷ്ഠതയാണ്, ഒരുപാട് കൂലി കിട്ടും, ഇരട്ടിക്കൂലികളാണ്. ഉളൂ ഇല്ലാന്ന് വെക്ക, അയാൾക്ക് കാണാപ്പാടറിയാവുന്ന ഭാഗമാണ്, അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട സജദയുടെ ആയത്തിലൂടെ പാസ് ചെയ്തു, നിലവിൽ ഒതുവില്ലല്ലോ. അങ്ങനെ ഈ സുജൂദ് ഒഴിവാക്കി പോകുന്ന ഘട്ടത്തിൽ 4 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നത് ചൊല്ലല് 4 വട്ടം ചൊല്ലേണ്ടതാണ് ഈ സുജൂദിന് പകരമായിട്ട്. സുജൂദ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമില്ല, ഒരാൾ അവിടെ ഇരുന്ന് തിലാവത്തിന്റെ സുജൂദിനുള്ള ആയത്ത് ഓതുന്നത് ഇപ്പുറത്തുനിന്ന് ഒരാൾ കേൾക്കാണ്, കേൾക്കുന്നവനും സുജൂദ് സജദയിൽ ആയത്ത് കേട്ടാൽ സുജൂദ് ചെയ്യൽ സുന്നത്താണല്ലോ. കേട്ടുകൊണ്ടിരിക്കുന്നവൻ ഇപ്പോൾ ഓതു കൊടുക്കാനോ പറ്റിയ സൗകര്യത്തിലോ അല്ല. മേത്ത് നജസുണ്ട്, ശരീരത്തിൽ നജസുണ്ട്, എന്നാ ഒളുവുണ്ട്, മുസാഫ് എടുക്കാൻ കുഴപ്പമില്ല, നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളൂ. ശരീരത്തിൽ നജസുണ്ട് പക്ഷെ ഒളുവുണ്ട്, മുസാഫ് എടുക്കുന്നതിന് പ്രശ്നമല്ല. ആ ആൾക്ക് ഖുർആൻ ഓതുന്നതിന് കുഴപ്പമില്ല, പക്ഷെ സുജൂദ് ചെയ്യണമെങ്കിൽ നജസുള്ളത് പറ്റൂല, അപ്പോ സുജൂദ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സന്ദർഭത്തിൽ 4 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ചൊല്ലാവുന്നതാണ് ഈ സുജൂദിന് പകരം. ഏതുപോലെ പള്ളിയിലേക്ക് ഒരാൾ പ്രവേശിച്ചു, പള്ളിയിൽ കയറിയപ്പോൾ അവന് ഉളു ഉണ്ടായില്ല. തഹിയ്യത്ത് നിസ്കാരമുണ്ടല്ലോ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ, ആ തഹിയ്യത്ത് നിസ്കാരം ഉളു ഇല്ലാത്തതിന്റെ പേരിൽ ഇവൻ നിസ്കരിക്കാതെയാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ, ഉദാഹരണം പള്ളിയിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ കയറാണ്, ആ മറന്നു വെച്ച കൊട എടുക്കാൻ വേണ്ടിട്ട് പള്ളിയിലേക്ക് കയറി വന്നു, കാലമൊക്കെ കഴിയേറിയ കൊട എടുക്കാൻ വരുമ്പോ പിന്നെ ഒളു എടുക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ പള്ളിയിൽ എപ്പോ കയറിയാലും തഹിയ്യത്തിന്റെ സുന്നത്ത് നിസ്കാരമുണ്ട്. പക്ഷെ ഈ മനുഷ്യൻ തഹിയ്യത്തിന്റെ സുന്നത്ത് നിസ്കാരം ഒഴിവാക്കിയതിന്റെ പേരിൽ അവൻ അതിന് പരിഹാരമായിട്ട് 4 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ആ ദിക്ർ ഈ തഹിയ്യത്ത് നിസ്കാരം ഒഴിവാക്കിയതിന്റെ പേരിൽ അവന് 4 വട്ടം ചൊല്ലാവുന്നതാണ്. അതുപോലെ തന്നെയാണ് തിലാവത്തിന്റെ സുജൂദ് ഒഴിവാക്കപ്പെടുന്നോടത്തും ഈ ദിക്ർ 4 വട്ടം ചൊല്ലിയാൽ മതി. തുഹ്ഫ ഷർവാനി അടക്കമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി കേട്ടോളൂ, അതുപോലെ തന്നെ ഒരു മനുഷ്യന് ശുക്റിന്റെ സുജൂദ് നമ്മൾ പറയുമ്പോ, ശുക്റിന്റെ സുജൂദ് ചെയ്യേണ്ട ഒരു ഘട്ടം വന്നപ്പോഴും അത് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമല്ല. ശുക്റിന്റെ സുജൂദ് ഒരാളുടെ ബലാ മുസീബത്ത് കാണുമ്പോൾ പടച്ചോനെ നമ്മൾ നന്ദി ചെയ്യുക, പടച്ചോനെ എനിക്കത് വന്നില്ലല്ലോ. അല്ലെങ്കിൽ ഒരാളുടെ നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തെ നമുക്ക് ഓർമ്മ വന്നപ്പോ നമ്മൾ ആ അനുഗ്രഹത്തിൽ സന്തോഷിച്ചിട്ട് ശുക്റിന്റെ സുജൂദ് ചെയ്യാൻ പോവാ. അപ്പോഴും നമുക്ക് സുജൂദ് ചെയ്യാനുള്ള സന്ദർഭം ഈ പറയപ്പെട്ട 2 സാഹചര്യത്തിലുമില്ല. അപ്പൊ തിലാവത്തിന്റെ സുജൂദ് പോലെ തന്നെ ശുക്റിന്റെ സുജൂദ് ഒഴിവാകുന്ന ഒരു ഘട്ടത്തിലും നമുക്ക് 4 വട്ടം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ചൊല്ലണം. 3 വട്ടമല്ലോ, എടുത്ത് പറയാണ് 4 വട്ടാണ് ഈ ദിക്ർ. തിലാവത്തിന്റെ സുജൂദ് ഒഴിവാകുന്നോടത്ത്, പള്ളിയിലെ തഹിയ്യത്ത് നിസ്കാരം ഒഴിവാകുന്നോടത്ത്, ശുക്റിന്റെ സുജൂദ് ഒഴിവാകുന്നോടത്ത് നമ്മളിത് 4 വട്ടമാണ്. അതിന്റെ എണ്ണം 4 വട്ടം എന്ന് മഹാന്മാരായ ഫുഖഹാ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. തുഹ്ഫ ഷർവാനി അടക്കമാണ് ഞാൻ പറഞ്ഞത്. സാന്ദർഭികമായി നമ്മൾ പറയുന്നു, ശുക്റിന്റെ സുജൂദിനെ കുറിച്ചും ഹ്രസ്വമായ ഒരു വിവരണം ഇൻഷാ അല്ലാഹ് ആഗ്രഹിക്കുകയാണ്. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ. ശുക്റിന്റെ സുജൂദ് യുസന്നു സുജൂദു ശുക്രി, ശുക്റിന്റെ സുജൂദ് സുന്നത്താണ്. ലിഹുജൂമി നിഅമത്തിൻ ഔ ഇൻദിഫാഇ നിഖമത്തിൻ, ഒരു വിഷമം മാറിപ്പോയി, ഒരു വിഷമം അള്ളാഹു അങ്ങോട്ട് മാറ്റിക്കളഞ്ഞു, അല്ലെങ്കിൽ ഒരു നിഅമത്ത് ഇങ്ങോട്ട് കിട്ടി, അല്ലെങ്കിലോ ഒരു 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 പരീക്ഷിക്കപ്പെടുന്ന ആള്, ഒരു ഇടങ്ങേറ് പിടിച്ച മനുഷ്യൻ, ആ മനുഷ്യൻ ഇടങ്ങേറായത് വല്ല രോഗം കൊണ്ടോ, അല്ലെങ്കിൽ ആ മനുഷ്യന് ഹിദായത്തില്ല, അവൻ തലതെറിച്ച് നടക്കാം, അങ്ങനെ ഒരു ഇടങ്ങേറ് പിടിച്ച ഒരു മനുഷ്യനെ കണ്ടു. അങ്ങനെ കണ്ടപ്പോഴോ
അല്ലെങ്കിൽ നമുക്ക് അള്ളാഹു ഒരു ആപത്തിൽ നിന്ന് ഒരു അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ നമുക്കൊരു നേട്ടം ഉണ്ടായി, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ശുക്റിന്റെ സുജൂദ് സുന്നത്താണ്. ശുക്റിന്റെ സുജൂദ് നമുക്ക് എന്തെങ്കിലും നിഅമത്ത് കിട്ടിയതിന്റെ പേരിൽ ചെയ്യുമ്പോഴാണെങ്കിൽ അത് രഹസ്യമായി ചെയ്യല്, അത് പരസ്യമായി ചെയ്യണം. എന്തെങ്കിലും നിഅമത്ത് കിട്ടിയതിന്റെ പേരിലാണെങ്കിൽ പരസ്യമായി ചെയ്യണം. ഏതെങ്കിലും ഒരാളുടെ ബലാമുസീബത്ത് കണ്ടപ്പോൾ അള്ളാഹു എന്നെ നീ അതിൽ നിന്ന് ഒഴിവാക്കിയല്ലോ, അൽഹംദുലില്ലാഹ്. അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വന്നത് അള്ളാഹു അങ്ങോട്ട് തട്ടിമാറ്റി കളഞ്ഞു, അതിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചെയ്യുമ്പോൾ ശുക്റിന്റെ സുജൂദ് രഹസ്യമായും ചെയ്യണം എന്നുള്ളതാണ്. നിഅമത്ത് കിട്ടിയപ്പോ പരസ്യമായി ചെയ്യാം. വിഷമം അള്ളാഹു തട്ടിമാറ്റിയതിന്റെ പേരിലും ഒരു ബലാമുസീബത്തുള്ള ഒരാളെ കണ്ടപ്പോ ഞാൻ അങ്ങനെ ആയില്ലല്ലോ എന്ന സന്തോഷത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും രഹസ്യമായും ചെയ്യേണ്ടതാണ്. ശുക്റിന്റെ സുജൂദ് ഒരിക്കലും നിസ്കാരത്തിൽ ഇല്ല. നിസ്കാരത്തിൽ ശുക്റിന്റെ സുജൂദ് വന്നാൽ നിസ്കാരം ബാത്തിലാകും. ശുക്റിന്റെ സുജൂദ് ഒറ്റ സുജൂദേ ഉള്ളൂ, തിലാവത്തിന്റെ സുജൂദ് പോലെ തന്നെ ഒറ്റ സുജൂദേ ഉള്ളൂ. അത് നിസ്കാരത്തിൽ ഇല്ലാട്ടോ. ശുക്റിന്റെ സുജൂദ് മനസ്സിലാക്കിക്കോ, ശുക്റിന്റെ സുജൂദ് നിസ്കാരമായിട്ട് ഒരു ബന്ധമല്ല. പക്ഷെ ഒളു വേണം, അതുപോലെ തന്നെ വൃത്തി വേണം, ശുദ്ധി വേണം. ഇതൊക്കെ നേരത്തെ പറഞ്ഞ എല്ലാ നിബന്ധനയും ഇതിനുണ്ട്. നിസ്കാരത്തിന്റെ അകത്ത് ഒരു കാരണവശാലും ശുക്റിന്റെ സുജൂദ് വരൂല, തിലാവത്തിന്റെ സുജൂദേ വരുള്ളൂ നിസ്കാരത്തിന്റെ അകത്ത്. അതുപോലെ തന്നെ നമ്മൾ നിഅമത്തിന് ശുക്റായിട്ട് അല്ലെങ്കിൽ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന് ശുക്റായിട്ട് നമ്മൾ സുജൂദ് ചെയ്യണം എന്നുള്ള തീരുമാനമുണ്ട്. പക്ഷെ കുറെ ടൈം അതിന്റെ ഇടയിൽ നമ്മൾ ഈ നിഅമത്ത് കിട്ടി കുറെ ടൈം കഴിഞ്ഞ്, അല്ലെങ്കിൽ അത് ഓർത്ത് കുറെ ടൈം കഴിഞ്ഞ് ഒരുപാട് സമയത്തിന്റെ ദൈർഘ്യത ഈ സുജൂദ് ചെയ്യുന്നതിന്റെയും അതിന്റെ കാരണത്തിന്റെയും ഇടയിൽ വരുമ്പോ ആ സുജൂദ് ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയി. ശുക്റിന്റെ സുജൂദ് നഷ്ടപ്പെട്ടാലും അതുപോലെ തന്നെ തിലാവത്തിന്റെ സുജൂദ് നഷ്ടപ്പെട്ടാലും രണ്ടും ഖളാ വീട്ടേണ്ടതില്ല. രണ്ടിലും ഖളാ വീട്ടുക എന്ന ഓപ്ഷൻ ഇല്ല. ഈ രീതിയിലാണ് സുജൂദിനെ കുറിച്ചുള്ള അതിന്റെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളുള്ളത്. വളരെ തിരക്ക് പിടിച്ചുള്ള ഒരു റെഫറൻസിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ, വല്ലാതെ അവതരിപ്പിക്കാനൊന്നും ഫിഖ്ഹ് അവതരിപ്പിക്കാനൊന്നും സാധുവായി എനിക്ക് കഴിയില്ല. എന്നെ കൊണ്ട് പറ്റുന്ന എൻ്റെ ഭാഷയുടെ പരിമിതിയിൽ നിന്നും പരമാവധി ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറവുകളുണ്ടെങ്കിൽ അബദ്ധങ്ങളുണ്ടെങ്കിൽ ഉണർത്താം. അതുപോലെ തന്നെ നിങ്ങൾ ദുആ ചെയ്യുക. മാത്രവുമല്ല ഇനി ഇതിൻ്റെ അകത്ത് വിട്ടുപോയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കൂടി പറയാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. തിരക്ക് പിടിച്ചുള്ള ഒരു റഫറൻസ് ആയിരുന്നു. അല്ലാഹു തആല നമ്മുടെ ഇൽമിൽ ബറക്കത്ത് നൽകട്ടെ. നമ്മൾ പറഞ്ഞതൊക്കെ അല്ലാഹു കബൂലാക്കട്ടെ. നമുക്ക് അല്ലാഹു അമല് ചെയ്ത് അല്ലാഹുവിന്റെ പൊരുത്തം വാങ്ങാൻ തെറ്റുകൂടാതെ അമല് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, ടെൻഷൻ കൊണ്ട് രാത്രി ഉറക്കമില്ല എന്ന് പറഞ്ഞ് ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ മാനസിക പ്രയാസം എന്തോ അത് നീ ദൂരീകരിക്കണേ അല്ലാഹ്. സുഖമായ ഉറക്കം നീ നൽകണേ അല്ലാഹ്. ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഹീമോഫീലിയ രോഗമുള്ള മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഉമ്മ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, വലിയ സങ്കടത്തിലാ കുടുംബം. എപ്പോഴും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബമാണ്. റഹ്മാനായ തമ്പുരാനെ, ആ സഹോദരിയുടെ മക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, അതിൽ ഒരു കുട്ടിക്ക് ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് ഇപ്പൊ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ലാഹുവേ, നീ ശിഫാ നൽകണേ അല്ലാഹ്. അവർക്ക് സമാധാനം നിസ്കാരം പോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ്. അല്ലാഹുവേ, ആ ഉമ്മ പ്രത്യേകം ദുആ ചെയ്യാൻ സങ്കടത്തോടെ പറഞ്ഞിട്ടുണ്ട്. ശിഫാ നൽകണേ അല്ലാഹ്. നിസ്കരിക്കാനും അമല് ചെയ്യാനും
സാധാരണ എല്ലാവരെയും പോലെ എല്ലാ കാര്യങ്ങളിൽ ഏർപ്പെടാനും നീ തൗഫീഖ് നൽകുക അല്ലാ. ആ കുടുംബത്തിന്റെ കടബാധ്യതകൾ വീട്ടിക്കൊടുക്കണേ അല്ലാ. ശരീരത്തിന് വേദന, ജോലിക്കൊന്നും ജോലി ചെയ്യാൻ പറ്റുന്നില്ല, തളർച്ചയാണ്. മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു ഉമ്മ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. റബ്ബേ, അവരുടെ എല്ലാ ശാരീരിക വിഷമങ്ങളും വേദനകളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ശരീരത്തിന് ആഫിയത്ത് കൊടുക്കുക അല്ലാ. ജോലി ചെയ്യുന്നതിൽ തളർച്ച വരാതെ റബ്ബേ നീ ആയുരാരോഗ്യം നൽകണേ അല്ലാ. റബ്ബേ, നടുവേദന ഉള്ള ഒരു ഉമ്മ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്, കാലുവേദനയുള്ള സഹോദരങ്ങളടക്കം. അല്ലാഹുവേ, ശരീരത്തിന്റെ വേദനയുള്ള പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് പേരുണ്ടല്ലോ, അവരുടെയും വേദനകൾ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. എത്ര വലിയ വേദനകളും പ്രയാസങ്ങളും റബ്ബേ നിന്റെ മഹലായ ഫضل കൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, സ്ഥാപന സംബന്ധമായ കേസ് ഒഴിവാക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സഹോദരി ഏൽപ്പിച്ചിട്ടുണ്ട്. എത്രയോ നാളത്തെ പരിശ്രമത്തിന് ശേഷം അവർക്ക് കിട്ടിയ അവരുടെ സ്ഥാപനമാണ്. ഇപ്പോഴും അതിൽ കേസ് നടക്കുന്നുണ്ട്. ആ കേസ് നീ വിജയിപ്പിക്കണേ അല്ലാ. അവർക്ക് അർഹമായ അവരുടെ സമ്പത്ത് അവരിൽ നീ നിലനിർത്തണേ അല്ലാ. അതിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. മകന്റെ വിവാഹം ശരിയാവാൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അവരുടെ മകന്റെയും വിവാഹപ്രായമായ ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ പലരുടെയും വിവാഹങ്ങൾ നീ എളുപ്പമാക്കണേ അല്ലാ. എളുപ്പമാക്കണേ അല്ലാ. ഗൾഫിലുള്ള ഭർത്താവിന് വേണ്ടി നല്ലൊരു ജോലി കിട്ടാൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ആ സഹോദരനെ പോലെ ഞങ്ങളുടെ പ്രവാസികളായ പലരും ജോലി തേടുന്നുണ്ട്, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. എല്ലാവർക്കും നീ അർഹമായ ജോലി അടുപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങൾ, സഹോദരിമാർ, ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നവർ എല്ലാവരിലും റബ്ബേ ഖൈർ നൽകുക അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകുക അല്ലാ. കടബാധ്യതകൾ വീട്ടണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ അറിവിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അമലിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാ നീ നസീബാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളായി ദിവസങ്ങളൊക്കെ പലരും ഖത്മുൽ ഖുർആനൊക്കെ ഓതി മജ്ലിസിൽ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മൗതാക്കൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.